ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും STVയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഗൃഹാതുര സ്മരണകൾ ഉയർത്തി മലയാളികൾക്ക് ഇന്ന് തിരുവോണം. പൂക്കളവും ആർപ്പുവിളികളുമായി പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ സജീവം. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നഗരത്തിൽ കുമ്മാട്ടികൾ ഇറങ്ങി. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പട്ടിക്കാടിൽ അനധികൃതമായി നടത്തിവന്ന സ്പിരിറ്റ് ഗോഡൌണിൽ നിന്ന് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പോലീസ് സ്പിരിറ്റ് ഗോഡൌൺ കണ്ടെത്തിയത് വാഹന പരിശോധനയ്ക്കിടെ മണ്ണുത്തിയിൽ സ്പിരിറ്റുമായി പിടിയിലായ ആളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗം. തിരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെക്കാൾ ഇടതു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും നിലപാടും പ്രചരിക്കുന്നതിലാണ് യെച്ചൂരി ശ്രദ്ധ പതിപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വാർത്തകൾ വിശദമായി. പൂക്കളവും ആർപ്പുവിളികളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടിയെത്തി. വലിയ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച മലയാളിക്കിത് അതിജീവനത്തിന്റെ പൊന്നോണം കൂടിയാണ്. പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞും ഓണസദ്യ കഴിച്ചും പ്രിയപ്പെട്ടവർക്കുള്ള ഒത്തുകൂടലുകളുമൊക്കെയായി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ. പ്രകൃതി ദുരന്തമുണ്ടാക്കിയ വലിയ സങ്കടക്കടലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഓരോ മലയാളിക്കും ഇത് അതിജീവനത്തിന്റെ പൊന്നോണം കൂടിയാണ്. ഭീതിപ്പെടുത്തുന്ന കെട്ടകാലത്തെ വിസ്മരിച്ച് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിറവിലേക്ക് ചുവടുവെക്കുന്ന ദിനം കൂടിയാണ് മലയാളിക്ക് പൊന്നോണം. സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കും ഓണക്കൊടി വാങ്ങാനും ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് തിരുവോണത്തെ വരവേൽക്കുകയാണ് മലയാളികൾ. അത്തം മുതൽ തുടങ്ങിയ ആഘോഷങ്ങൾക്കാണ് തിരുവോണത്തോടെ സമാപനമാവുന്നത്. ഓണവിപണി മുൻകൂട്ടി കണ്ട് കടകമ്പോളങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. പൂക്കളവും ഓണക്കൊടിയും സദ്യയുമെല്ലാമായി ഒത്തൊരുമയുടെ പൊന്നോണക്കാലം കൂടിയാണ് മലയാളിക്കിന്ന്. തിരുവോണ ദിനത്തിലെ പ്രധാന കാര്യം ഓണസദ്യ തന്നെയാണ്. പുത്തനുടുപ്പിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുന്നത് തന്നെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. ഒപ്പം അകമ്പടിയായി ഓണക്കളികളും തിരുവാതിരയും ഓണത്തല്ലും പുലിക്കളിയുമെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. കാലം എത്ര മാറിയാലും കാലമേർപ്പെടുത്തിയ മുറിവുണക്കാൻ വീണ്ടും നല്ല ഓർമ്മകളുമായി എല്ലാ വർഷവും ഓണം എത്തുന്നു. STV ന്യൂസ് ഡെസ്ക്. തൃശൂർ പട്ടിക്കാട് എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. വളം ഗോഡൌൺ എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന സ്പിരിറ്റ് ഗോഡൌണിൽ നിന്നും 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. എക്സൈസ് ഇന്റലിജൻസും തൃശൂർ റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഗോഡൌൺ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ മണ്ണുത്തിയിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി വന്ന പിക്കപ്പ് വാൻ പിടികൂടി. കാലിത്തീറ്റ ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിൽ 1,400 ലിറ്റർ സ്പിരിറ്റാണ് വാനിൽ നിന്ന് കണ്ടെത്തിയത്. 35 ലിറ്ററിന്റെ 40 കന്നാസുകളിലായിട്ടായിരുന്നു സ്പിരിറ്റ് കടത്തിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പട്ടിക്കാടുള്ള സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് എക്സൈസ് സംഘം പട്ടിക്കാടെത്തി നടത്തിയ പരിശോധനയിലാണ് വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത്. പട്ടിക്കാട് ഇന്ത്യൻ കോഫി ഹൗസിന് പുറകുവശത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിലും വീട്ടിലുമായിട്ടായിരുന്നു സ്പിരിറ്റ് കന്നാസുകൾ സൂക്ഷിച്ചിരുന്നത്. 35 ലിറ്റർ സംഭരണ ശേഷിയുള്ള 500-ഓളം സ്പിരിറ്റ് കന്നാസുകളാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ഗോഡൌണിന്റെ നടത്തിപ്പുകാരെ കണ്ടെത്തുന്നതിനായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് എത്തിച്ചതെന്നും എവിടേക്കെല്ലാമാണ് കൊണ്ടുപോയിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ, AEI-മാരായ KC അനന്തൻ, TG മോഹനൻ, എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ, MD ബിജു, ലത്തീഫ്, CEO-മാരായ ഇർഷാദ്, അരുൺ, തൗഫീഖ്, ബിനീഷ്, ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പുതൂർക്കര ദേശത്തിന്റെ കുമ്മാട്ടികൾ ഇറങ്ങി. നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിയോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക. പർപ്പടകപ്പുല്ല് ദേഹത്തു വെച്ചുകെട്ടി പൊയ്മുഖമണിഞ്ഞ് മേളത്തിന്റെ താളത്തിനൊപ്പം നൃത്തം വെച്ചെത്തുന്ന കുമ്മാട്ടികൾ ഓണക്കാലത്ത് ദേശങ്ങൾ ചുറ്റിയടിക്കും. പുതൂർക്കര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുമ്മാട്ടികൾ ഇറങ്ങിയതോടെ തൃശൂർ നഗരം ഓണാഘോഷത്തിലേക്ക് ചുവടുവെച്ചു. ഓണം നാളുകളിൽ വിവിധ മേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കുമ്മാട്ടികൾ ഘോഷയാത്രയായി ദേശം ചുറ്റും. പരമ്പരാഗത ദേശങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും ക്ലബ്ബുകളും കുമ്മാട്ടി ഉത്സവങ്ങളിൽ സജീവമാണ്. ഇത്തവണയും ദേശങ്ങൾക്കൊപ്പം ഒട്ടേറെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും പുത്തൻ കുമ്മാട്ടികൾ ഇനിയുള്ള ഓണ ദിവസങ്ങളിലെത്തും. ഭക്തരെ ആനന്ദിപ്പിക്കാനായി പരമശിവൻ അയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടി ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പാലക്കാട് മൗനജാഥയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. രാഷ്ട്രീയ നയതന്ത്രജ്ഞനെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് സർവകക്ഷി യോഗം അനുശോചിച്ചു. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെക്കാൾ അപ്പുറത്ത് ഇടതു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും നിലപാടും പ്രചരിപ്പിക്കുന്നതിലായിരുന്നു യെച്ചൂരി ശ്രദ്ധ പതിപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അനുസ്മരിച്ചു. ദേശീയ രാഷ്ട്രീയത്തിലെ നയതന്ത്രജ്ഞനായിരുന്നു യെച്ചൂരി. ഇടത് പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്താനെടുത്ത നിലപാടുകൾ എക്കാലവും മാർഗദർശനമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജും ഇന്ത്യ മുന്നണിക്ക് കാഴ്ചപ്പാടു നൽകിയ രാഷ്ട്രീയ ചാരുത എക്കാലത്തും സ്മരിക്കപ്പെടും. ഓരോ വിഷയങ്ങളോടും സ്വീകരിച്ച നിലപാടും അവതരണവും രാഷ്ട്രീയക്കാർക്ക് പാഠമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KA ചന്ദ്രനും അനുസ്മരിച്ചു. കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ലീഗ് നേതാവ് MM ഹമീദ്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥ്, NCP സംസ്ഥാന കമ്മിറ്റി അംഗം ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, BJP പ്രതിനിധീകരിച്ച് കൗൺസിലർ M ശശികുമാർ, KV അമീർ, ബഷീർ തുടങ്ങിയവർ യെച്ചൂരിയെ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ അടാട്ട് പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ മേൽക്കൂരയുടെ അടിയിൽപ്പെട്ട അതിഥി തൊഴിലാളിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അടാട്ട് അമ്പലങ്കാവിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ചിയാരം സ്വദേശി രമേശിന്റെ ഉടമസ്ഥതയിലുള്ള വീട് പൊളിച്ചുമാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. കൽക്കത്ത സ്വദേശി 32-കാരൻ ജസീറുദ്ദീൻ ഷേഖാണ് മേൽക്കൂരയുടെ അടിയിൽപ്പെട്ട് വേദന കൊണ്ട് പൊളഞ്ഞത്. കെട്ടിടം പൊളിക്കുന്നതിനിടയിൽ കോൺക്രീറ്റ് മേൽക്കൂരയുടെ അടിയിൽ ജസീറുദ്ദീന്റെ കാലകപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞു തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം അതിസാഹസികമായി ജസീറുദ്ദീനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പാറേമ്പാടത്ത് റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന വയോധികയ്ക്ക് ലോറിയിടിച്ച് പരിക്കേറ്റു. ഒറ്റപ്പാലം സ്വദേശിനി പഞ്ഞിക്കാട്ട് വീട്ടിൽ 68 വയസ്സുള്ള മല്ലികയ്ക്കാണ് പരിക്കേറ്റത്. പാറേമ്പാടത്ത് ബസ് ഇറങ്ങി ആലുവായിലെ മകളുടെ വീട്ടിലേക്ക് പോകുന്നതിനായി പഴഞ്ഞി റോഡിലേക്ക് റോഡ് മുറിഞ്ഞു കിടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ വയോധികയെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് പറളിയിൽ സർവകക്ഷി അനുശോചനവും മൗനജാഥയും നടത്തി. പറളി ചന്തപുരയിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മൗനജാഥ പറളി ചെക്ക് പോസ്റ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MT ജയപ്രകാശ് അധ്യക്ഷനായി. CPM മുൻ ഏരിയ സെക്രട്ടറി K വിജയൻ, CPI മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MS ശിവദാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ, ജനതാദൾ നേതാവ് എടത്തര രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂമോണിയ ബാധിച്ച് കഴിഞ്ഞ 25 ദിവസമായി ഡൽഹിയിലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ സ്വാഗതവും കിണാവല്ലൂർ ലോക്കൽ സെക്രട്ടറി സുജിത് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KT സുരേഷ് കുമാർ, CPI ലോക്കൽ സെക്രട്ടറി PD ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് മണ്ണൂരിൽ സർവകക്ഷി അനുസ്മരണവും മൗനജാഥയും നടന്നു. അനുസ്മരണ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാനിധ അധ്യക്ഷയായി. CPM ലോക്കൽ സെക്രട്ടറി TR ശശി, CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, അശ്വജിത്ത്, VM അൻവർ സാദിഖ്, FJN നജീബ്, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, PS അബ്ദുൽ മുത്തലി, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ വൈഭവമുള്ള ഒരു സഖാവിനെ നഷ്ടപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ്.
അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിക്കുകയും അതിനുശേഷം രാജ്യസഭാ അംഗമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തൻ്റെ സേവനം കാഴ്ചവെക്കുകയും ചെയ്തു. ശേഷം പിന്നീട് CPIM-ൻ്റെ ജനറൽ സെക്രട്ടറിയായി 10 വർഷക്കാലം പിന്നിട്ട സഖാവ് VK ശ്രീകണ്ഠൻ MP-യുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിട്ട് പറളി കടവത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, അപ്പോൾ റോഡുകളും ഗതാഗത സൗകര്യമൊക്കെ വളരെയധികം വർദ്ധിച്ചു. മാത്രമല്ല ജനങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് 6 മണിക്കൊക്കെ പോകുന്ന കേട്ടൊക്കെ അതിശയം. അങ്ങനെ മിക്കവാറും എല്ലാവരും 12 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. അപ്പൊ ഓരോ ജോലിയും കഴിഞ്ഞ് പല ഉപജീവന മാർഗം കഴിഞ്ഞ് എത്തുമ്പോൾ സമയത്തിനാവും. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ രാത്രി ലേറ്റ് ആവശ്യമാണ്. കാരണം പണ്ടൊന്നും ഇത്ര വലിയ കാര്യമുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, പകുതി ജനം പുറത്താ രാത്രി അല്ലേ. അപ്പൊ ഇവരൊക്കെ തിരിച്ച് വീടുകളിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വഴിവിളക്ക് വേണം, ലൈറ്റ് വേണം. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി അധ്യക്ഷയായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ മാസ്റ്റർ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM അബ്ദുൽ സത്താർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ, H അബ്ദുള്ള, സുഭാഷ്, KR ചന്തു, ആനന്ദ്, മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം പ്രീത സ്വാഗതം പറഞ്ഞു. പറളി പഞ്ചായത്തിലേക്ക് MP ഫണ്ടിൽ നിന്നും 7 ഹൈമാസ് ലൈറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്ത് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. പഞ്ചായത്തിലെ 25ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. 2 ദിവസം മുൻപ് 5-10 വാർഡുകളിലെ 260ഓളം കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായി ഓണക്കിറ്റ് നൽകിയിരുന്നു. അതുകൂടാതെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാത്രമായി ഓണക്കിറ്റ് വിതരണം ചെയ്തത്. അൻവർ സാദിഖ് നടപ്പിലാക്കി വരുന്ന ആശ്രിതർക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായാണ് ഓണക്കിറ്റ് വിതരണം. സ്വന്തം ചിലവിൽ 1.25 ലക്ഷത്തോളം രൂപ ചിലവ് ചെയ്താണ് പദ്ധതി നടപ്പിലാക്കിയത്. വിതരണോദ്ഘാടനം VM അൻവർ സാദിഖ് നിർവഹിച്ചു. ഒരുപാട് ത്യാഗങ്ങളും ഈ നാടിനു വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു കൂട്ടം സഹോദരിമാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഓരോ പൗരന്റെയും കർത്തവ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങൾ വരുമ്പോഴും, ഓണമായാലും റംസാനായാലും വിഷുവായാലും അവർക്ക് വേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി മേഖലയിലെ കാഴ്ച പരിമിതർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പാലക്കാട് ജില്ലാ ബ്ലൈൻഡ് അസോസിയേഷനുമായി സഹകരിച്ചാണ് കിറ്റ് വിതരണം ചെയ്തത്. പട്ടാമ്പി ലയൺസ് ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിജു KB അധ്യക്ഷനായി. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി EK ബാബു, സോൺ ചെയർമാൻ K മനോജ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ക്യാപ്റ്റൻ E ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രഞ്ജീവ്, R ശ്രീജേഷ്, K അഴഗിരി, F ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 25ഓളം ലൈഫ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഓണത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ചേർന്ന ഓണക്കിറ്റ് നൽകാനായിട്ട് നമുക്കിവിടെ കഴിഞ്ഞു. ഇനിയും ഇത്തരം സേവന പ്രവർത്തനങ്ങളുമായി ലയൺസ് ക്ലബ്ബ് പട്ടാമ്പിയുടെ സേവന രംഗത്തുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുലിക്കളിയും വാദ്യങ്ങളുമായി മാവേലി വീടുകളിൽ സന്ദർശിച്ച് ഓണാശംസകൾ നേർന്നു. പ്രസിഡന്റ് V വേണുഗോപാൽ, സെക്രട്ടറി P ഹരിദാസ്, ട്രഷറർ MK ശശികുമാർ, ജോയിന്റ് സെക്രട്ടറി UK രാജേഷ്, വൈസ് പ്രസിഡന്റ് M അയ്യപ്പൻ, കമ്മിറ്റി മെമ്പർ ആബിദ് എന്നിവർ നേതൃത്വം നൽകി. അംഗങ്ങളുടെ വീടുകളിൽ പായസ വിതരണവും നടത്തി. വാണിയംകുളം കിഴക്കമുറി വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് അംഗം ആശാദേവി ഉദ്ഘാടനം ചെയ്തു. വിജയകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ K മോഹൻ അധ്യക്ഷനായി. രാമദാസ്, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹാതുര സ്മരണകൾ ഉയർത്തി മലയാളികൾക്ക് ഇന്ന് തിരുവോണം. പൂക്കളവും ആർപ്പുവിളികളുമായി പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ സജീവം. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നഗരത്തിൽ കുമ്മാട്ടികൾ ഇറങ്ങി. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പട്ടിക്കാടിൽ അനധികൃതമായി നടത്തിവന്ന സ്പിരിറ്റ് ഗോഡൌണിൽ നിന്ന് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പോലീസ് സ്പിരിറ്റ് ഗോഡൌൺ കണ്ടെത്തിയത് വാഹന പരിശോധനയ്ക്കിടെ മണ്ണുത്തിയിൽ സ്പിരിറ്റുമായി പിടിയിലായ ആളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ.
CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗം. തിരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെക്കാൾ ഇടതു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും നിലപാടും പ്രചരിക്കുന്നതിലാണ് യെച്ചൂരി ശ്രദ്ധ പതിപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.